ഇനി എൻ്റെ ആഗ്രഹം മുഴുവൻ ശബ്ദമായിരുന്നില്ല, വെളിച്ചം. എൻ്റയർ സ്റ്റോറി, ഇമോഷൻസ് എല്ലാം ഓഡിയൻസിലേക്ക് എത്തുന്ന രണ്ട് മീഡിയം എന്ന് പറയുന്നത് വെളിച്ചവും ശബ്ദമാണ്. ഇപ്പം നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണെന്ന് ഞാൻ മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. കാരണം OTTയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരാളിൻ്റെ ഇമോഷൻസിനെ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഏതൊരു ടെക്നീഷ്യൻ അവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും, അത് പറയാൻ പറ്റണം. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ സൗണ്ടിന് കിട്ടുന്ന ഇമ്പോർട്ടൻസ് എബ്രോഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാനായിട്ടുള്ള സ്പേസ് പാൻ ഇന്ത്യൻ സിനിമകൾക്ക് കിട്ടും. നമ്മുടെ ഇന്ത്യൻസിനൊരു ഗുണം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ കൾച്ചറും അറിയാം, നമ്മുടെ കൾച്ചറും അറിയാം. ടേണിംഗ് പോയിൻറ്റിന് കാരണക്കാരൻ എന്ന് പറയുന്നത്, കാരണക്കാരായിട്ട് കുറച്ച് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിലൊരു കാരണക്കാരൻ എൻ്റെ അച്ഛൻ, ഒരു കാരണക്കാരൻ എൻ്റെ ചിറ്റപ്പൻ, ഒരു പ്രധാന കാരണക്കാരൻ സാക്ഷാൽ പ്രിയദർശൻ, പിന്നെ നമ്മുടെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ചെറിയ പലരും പല ഇത് വഹിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം മുഴുവൻ ശബ്ദമായിരുന്നില്ല, വെളിച്ചത്തെ നോക്കിയാണ് ഞാൻ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറ ഉണ്ടാവും, കോളേജിൽ ഫോട്ടോ എടുക്കുക, ഇതൊക്കെ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് സന്തോഷ് ശിവനെ അസിസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് എയിം. പക്ഷേ ഒരു ദിവസം രാത്രി, അതായത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല അതായത് ഞാൻ കിടന്ന് ഉറങ്ങുക. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് വിളിച്ചിട്ട് പ്രിയം വിളിക്കുന്നു എന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ പോയി ഫോൺ എടുത്തു. അപ്പോൾ പ്രിയദർശൻ, ഞാൻ മാമൻ എന്ന് വിളിക്കുന്ന കാരണം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. അപ്പോൾ പ്രിയമൻ പറഞ്ഞു, നിൻ്റെ പരിപാടി എന്തുവാ എന്ന് ചോദിച്ചു. ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പോൾ പറഞ്ഞു, എനിക്ക് ക്യാമറ പഠിക്കണം, സന്തോഷ് ശിവനെ അസിസ്റ്റ് ചെയ്യണം എന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എത്ര വർഷം പോയി ക്യാമറ പഠിക്കും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു 3 വർഷം പഠിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയെ അസിസ്റ്റ് ചെയ്യും. ശരി, നീ എത്ര നാൾ അസിസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു. പറയുമ്പോൾ വീണ്ടും ഒരു 3 വർഷം കൂടെ എന്തായാലും അസിസ്റ്റ് ചെയ്യേണ്ടി വരും. ശരി, അത് കഴിഞ്ഞിട്ട് ആര് നിനക്ക് പടം തരും? ഞാൻ പറഞ്ഞു, പ്രിയമാനുണ്ടല്ലോ, നിങ്ങളെ കൊണ്ടല്ലോ, പടം തരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് ചോദിച്ചു, അന്ന് എനിക്ക് പടം ഉണ്ടെന്ന് നിനക്ക് എന്ത് ഉറപ്പെന്ന് ചോദിച്ചു. നീ പറയുന്ന ഈ 6 വർഷം കഴിയുമ്പോൾ ഇപ്പം നിൽക്കുന്ന ഈ പ്രിയദർശൻ അന്നുണ്ടാവുമോ, അല്ലെങ്കിൽ എനിക്കന്ന് സിനിമകളുണ്ടാകുമ്പോൾ നിനക്ക് എന്ത് ഉറപ്പ്, അല്ലെങ്കിൽ സന്തോഷിന് പടങ്ങളുണ്ടാകുമ്പോൾ നിനക്ക് എന്ത് ഉറപ്പ്? അതാണ് സിനിമ മോനെ, നിനക്ക് സിനിമയെക്കുറിച്ച് ഒരു ധാരണയില്ലല്ലോ. നീ ആദ്യം ചെന്നൈ കയറി വാ, എന്നിട്ട് ഞാനൊരു സ്റ്റുഡിയോ പണിതുകൊണ്ടിരിക്കുക, നീ ഇവിടെ വന്ന് നിൽക്കുക, എന്നിട്ട് ഇവിടെ വന്ന് കുറച്ച് നാൾ നിന്ന് നീ സിനിമ മനസ്സിലാക്കും. നിൻ്റെ അച്ഛനും ചിറ്റപ്പനും സംഗീതത്തിൽ കൂടെ, സംഗീതം മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ സംഗീതം മാത്രമാണ്. അപ്പോൾ അതിൽ കൂടെ കാണുന്നതല്ല സിനിമ, വേറൊരു മുഖമുണ്ട് സിനിമയ്ക്ക്. അത് നീ ഇവിടെ വാ, ഇവിടെ വന്ന് ചെന്നൈ വന്ന് എൻ്റെ കൂടെ നിൽക്കുക, എന്നിട്ട് നീ തീരുമാനിച്ചു ഒരു 6 മാസം നീ നിൽക്കുക, എന്നിട്ട് നീ ക്യാമറ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിടാം, ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നെ പഠിപ്പിക്കാം. അപ്പം അങ്ങനത്തെ ഒരു കൺഫർമേഷനിലാണ് ഞാൻ ചെന്നൈയിലോട്ട് പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നേരത്തെ ചോദിച്ച പോലെ എന്തുകൊണ്ടെന്ന്, എനിക്ക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി എൻ്റെ ബ്ലഡിലുള്ളതാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ കൂടെയും ചിറ്റപ്പൻ്റെ കൂടെയും ഒക്കെ റെക്കോർഡിങ്സിന് പോകുന്നത് ഒരു പതിവായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയിൽ കിടന്ന് ഉറങ്ങിയിട്ട് വരെയുണ്ട്. പല പ്രാവശ്യം ആകാശവാണിയിൽ സ്റ്റുഡിയോയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്, ചിത്രാഞ്ജലിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. കാരണം എൻ്റെ ആ പ്രായത്തിൽ കൂടെ പോകും, ഇത് രാത്രി മുഴുവൻ ജോലി പോകും, എനിക്ക് ഉറക്കം വരും, ഞാൻ അവിടെ കിടന്നുറങ്ങും. സോ ഇങ്ങനെ ഒരു പല അപ്പോൾ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡ് ഹോം പോലെ പണ്ടേ ഉണ്ട്, എൻ്റെ ചെറുപ്പത്തിലേ ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് സ്റ്റുഡിയോക്കകത്തോട്ട് നമ്മൾ ചെന്ന് കയറുമ്പോൾ ഒരു അതിശയം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എനിക്കറിയാമല്ലോ, ഇതെവിടെയോ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ എന്ന് പറയുന്നൊരു തോന്നലുണ്ട്. അങ്ങനെയാണ് ശരിക്കും ശബ്ദത്തിലോട്ട് കാലെടുത്ത് വയ്ക്കാനുള്ള കാരണം. തീർച്ചയായിട്ടും ഒരുപാട് സിനിമകൾ, അതായത് ഇപ്പം നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. ഒരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് വെറുതെ വന്ന് ഡയലോഗ്, എഫക്ട്സ്, മ്യൂസിക്, ശരി ഡയലോഗ് വരുമ്പോൾ മ്യൂസിക് കുറയ്ക്കുക, ഡയലോഗ് ഇല്ലാത്തപ്പോൾ മ്യൂസിക് കൂട്ടുക, ഇതല്ല സൗണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആസ് എ സൗണ്ട് എഞ്ചിനീയർ, ശരിക്കും സിനിമ എന്ന് പറയുന്നത് എന്താണ്? വെളിച്ചവും ശബ്ദവും. ഇതുകൊണ്ടാണ് ഈ പറയുന്ന കഥ അല്ലെങ്കിൽ അഭിനയം, ആൾക്കാരുടെ ഈ എൻ്റയർ സ്റ്റോറി, ഇമോഷൻസ് എല്ലാം ഓഡിയൻസിലേക്ക് എത്തുന്ന രണ്ട് മീഡിയം എന്ന് പറയുന്നത് വെളിച്ചവും ശബ്ദമാണ്. ഇതല്ലേ ഉള്ളൂ തിയേറ്ററിൽ, വേറെ എന്താ ഉള്ളത്? അപ്പോൾ ഈ വെളിച്ചത്തിൽ കൂടെ കാണുന്ന സംഭവത്തിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന സൗണ്ടാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഓഡിയൻസിൽ നിന്ന് സിനിമ കാണുന്ന സമയത്ത് അവർക്ക് എവിടെ നിന്ന് ഇമോഷൻ കിട്ടുന്നത്? ശബ്ദത്തിലാണ്. വെളിച്ചത്തിൽ കൂടെ കിട്ടും, അത് കംപ്ലീറ്റ് ആവുന്നത്. അതായത് ഇതൊരു സർക്കിളല്ലേ, ഈ സർക്കിൾ കംപ്ലീറ്റ് ആവുന്നത് ശരിക്കും ശബ്ദം കൂടെ ചേരുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ സിനിമയും
റീഡിഫൈൻഡ് ആണ്. ലൈക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ലൊക്കേഷനിലുള്ള ശബ്ദം അങ്ങനെ ഒപ്പിയെടുത്ത് കൊണ്ടുവന്ന് അങ്ങനല്ല. നമ്മൾ എൻ്റയർ സൗണ്ട് സ്കേപ്പ് റീക്രിയേറ്റ് ചെയ്യണം. സിനിമയ്ക്കകത്ത് നമുക്ക് എങ്ങനെ വേണം. ഇപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഇതൊരു സിനിമയാണെന്ന് വെച്ചോളൂ. ഈ സിനിമയാവുമ്പോൾ എനിക്കിപ്പോൾ ഡയറക്ടറിന് തോന്നുകയാണ് വെളിയിലൊരു വലിയ മഴ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ മഴ കാണിക്കാതെ ശബ്ദം കൊണ്ട് നമുക്ക് ഈ സീനെ റീഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു വലിയ കൊടുങ്കാറ്റാണെങ്കിൽ കൊടുങ്കാറ്റ് കാണിക്കണ്ട, ഈ മുറി മാത്രം ക്യാമറ വെച്ചാൽ മതി. ശബ്ദം കൊണ്ട് നമുക്ക് വെളിയൊരു വലിയ കൊടുങ്കാറ്റുണ്ടെന്ന് ഓഡിയൻസിനെ ബോധിപ്പിക്കാൻ പറ്റും. സോ അതേപോലെ എല്ലാ സിനിമകൾക്കും അതിൻ്റേതായ ഒരു ഫാക്ടറുണ്ട്. ആ ഫാക്ടർ എത്രമാത്രം ബ്യൂട്ടിഫുള്ളായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത് വിജയകരമായിട്ട് മാറും. ഇപ്പോൾ നമ്മളുടെ അവസാനം ചെയ്ത DSRA പോലത്തെ സിനിമകൾ, കാന്താര പോലത്തെ സിനിമകൾ, അതിനകത്ത് ഉള്ള വർക്ക്, അതിൻ്റെ അകത്ത് ഉള്ളിൽ പോയിരിക്കുന്ന വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ട്രെമൻഡസ്. അപ്പോൾ അതേ പറഞ്ഞത് ഒരു സിനിമയുടെ റീഡിഫൈനിങ് വിത്ത് സൗണ്ട് എന്ന് പറഞ്ഞാൽ എവറി സിനിമ ഈസ് റീഡിഫൈൻഡ് എന്ന് ഞാൻ വളരെ ബോൾഡായിട്ട് പറയും. കാരണം ഒരു സിനിമയും ചെറുതല്ല. ഇപ്പോൾ ആക്ഷൻ മൂവീസ് മാത്രമാണ് ശബ്ദത്തിന്, അല്ല, ഒരിക്കലുമല്ല. ആക്ഷൻ മൂവീസ് ഐ വിൽ സേ ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. ഏറ്റവും പാടുള്ള സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സൈലൻ്റായിട്ട് ചെയ്യുന്ന സിനിമകളുണ്ടാവും. ചിലപ്പം ഒരു മുറിക്കകത്ത് ചിലപ്പോൾ നടക്കുന്ന ഒരു കഥയായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ എനിക്ക് ഏറ്റവും ടഫ്. കാരണം അതിൻ്റെ അകത്ത് ഉള്ള ഓരോ ശബ്ദങ്ങളും അത്രയും പെർഫെക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഒരു വലിയൊരു ചുമതലയാണ്. അതുകൊണ്ട് എല്ലാ സിനിമയും റീഡിഫൈൻഡ് ആണെന്ന് ഞാൻ പറയും. ഡെഫിനറ്റ്ലി ഫ്രം ദ ഫസ്റ്റ് ഷുഡ് ബി ഫ്രം ദ ഡയറക്ടേഴ്സ് വിഷൻ. ആദ്യം തന്നെ സിനിമ കഥ ചിന്തിക്കുമ്പോൾ തന്നെ ഡയറക്ടറിൻ്റെ മൈൻഡിൽ നിന്ന് തന്നെ ആ ശബ്ദം തുടങ്ങണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലേ അത് പേപ്പറിലോട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു കഥ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഡയറക്ടറിന് ശബ്ദം കൊണ്ട് എങ്ങനെ സിനിമ പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് ശബ്ദത്തിന് പ്രാധാന്യമുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് നമുക്ക് സിനിമ പറയാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഡയറക്ടർ എപ്പോഴും കഥ എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മ്യൂസിക്കിനാണ്, അതായത് സംഗീതം കൊണ്ട് എങ്ങനെ കഥ പറയാം എന്ന് പറയുന്ന ഒരു രീതി ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. സംഗീതം കൊണ്ട് കഥ പറയുന്നത് പോലെ അതൊരു രീതിയാണ്, ഒരു പാറ്റേണാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള ശബ്ദം കൊണ്ട് മാത്രം കഥ പറയാൻ പറ്റും. അത് നമ്മൾ കഥ ചിന്തിക്കുമ്പോൾ തന്നെ അതിനുള്ള സ്പേസ് നമ്മളിട്ട് പോകുമ്പോൾ മാത്രമേ അത് അങ്ങനെ ഒരു കഥ ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം അത് ഒരു ഡയറക്ടറും ഒരു സൗണ്ട് ഡിസൈനറുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഓരോ സീനും ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ കഥയും ഇതുമെല്ലാം മാറും, രീതികളെല്ലാം മാറും. എന്താ പറയണ്ടേ, ബഡ്ജറ്റ് കുറയ്ക്കാനും, അതായത് ഒരു സീക്വൻസിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാനും, ചിലപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ ശബ്ദത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുമ്പോൾ ബഡ്ജറ്റ് കൂടാനും സാധ്യതയുള്ള ഒരുപാട് സീക്വൻസുകൾ നമ്മൾ എഴുതി വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഡിസ്കഷൻ, അതായത് ഒരു സൗണ്ട് ഡിസൈനറും ഡയറക്ടറുമായിട്ടുള്ള ഡിസ്കഷനും, പിന്നെ ഒരു സൗണ്ട് ഡിസൈനർ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ, ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയ്ക്ക്. ഈ കണക്ഷനിൽ വേണം ഒരു സിനിമ എപ്പോഴും അതായത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടെന്ന് വെച്ചോളൂ, ഗംഭീര സിനിമയായിട്ട് മാറും. ലാംഗ്വേജിൽ ഇപ്പം നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണെന്ന് ഞാൻ മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നത്. കാരണം ഞാനൊരു 25 കൊല്ലമായി ഇൻഡസ്ട്രി വന്നിട്ട്, ഈ 25 കൊല്ലവും എല്ലാ ഭാഷകളിലും ജോലി ചെയ്യാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയത് തന്നെ ചെന്നൈയിലാണ്. ചെന്നൈ തുടങ്ങുമ്പോൾ തമിഴ് സിനിമകളുണ്ടാവും, തെലുങ്ക് പടങ്ങളുണ്ടാവും, ഹിന്ദി പടങ്ങളുണ്ടാവും, മലയാള സിനിമകളും ഉണ്ടാവും. പണ്ടൊക്കെ മലയാള സിനിമയ്ക്ക് ഒരു കാലഘട്ടം, ഒരു ബ്ലാക്ക് പീരീഡ് ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയണ്ടേ, കളിയാക്കുന്ന, ഇപ്പം ഈ മലയാളത്താൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നൊരു കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് മലയാളി എന്ന് പറയുമ്പോൾ എനിക്കൊരു സെപ്പറേറ്റ് വേറൊരു കസേര കൊണ്ടിട്ടായിരുന്നു. കാരണം അങ്ങനത്തെ ഒരു പ്രൗഡ് മൊമെൻറ്റിലേക്ക് മലയാള സിനിമയുടെ ഒരു ട്രാൻസിഷൻ നമ്മൾ ഈ 25 കൊല്ലത്തിൽ കണ്ട കാര്യമായി പറയുന്നത്. അപ്പോൾ ഐ എം വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. സോ അത് വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മലയാള സിനിമ എപ്പോഴും ഒരു ശബ്ദത്തിലാണെങ്കിലും ഒരു പടി മുമ്പിൽ തന്നെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മറ്റ് സിനിമകൾ മോശമൊന്നുമല്ല. പക്ഷെ നമ്മളുടെ റിയലിസ്റ്റിക്കാണ് കൂടുതലും. നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായ റിയലിസ്റ്റിക് സ്വഭാവമുള്ള സിനിമകളാണ് മലയാളത്തിലുണ്ടാകുന്നത്. തമിഴിൽ നോക്കുകയാണെങ്കിൽ റിയലിസം ഉണ്ടെങ്കിൽ പോലും അതിന്
കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റാണ് എപ്പോഴും തമിഴിൽ കൂടുതൽ കാണുന്നത്. അതിനേക്കാളും എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിലാണ് തെലുങ്ക് സിനിമകൾ നടക്കുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ കന്നഡ ഇടയിൽ നിന്നിട്ട് വേറൊരു ഗ്രോത്താണ്, വേറൊരു ടൈപ്പ് ഓഫ് ഗ്രോത്താണ് കന്നഡ സിനിമയിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ പുതിയ പുതിയ കഥകൾ പറയാനായിട്ടുള്ള ശ്രമങ്ങൾ കന്നഡ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ശബ്ദത്തിനുള്ള ഇമ്പോർട്ടൻസ്, നമ്മളതാണല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ച് വരുന്ന ടോപ്പിക്. അതായത് ശബ്ദത്തിനുള്ള ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഓരോ ദിവസവും കൂടുന്തോറും എല്ലാ ലാംഗ്വേജിലും കൂടി വരുന്നുണ്ട്. പണ്ടത്തെ ഒരു 10 വർഷം പുറകിലോട്ട് പോകുമ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ് അല്ല ഇന്ന് ശബ്ദത്തിന് എല്ലാ ലാംഗ്വേജും തരുന്നത്. ഭയങ്കരമായ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയും ഈ പറയുന്ന പോലെ OTTയിലും സിനിമ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാവരും, സാധാരണ പ്രേക്ഷകൻ പോലും, അതായത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ ഡയലോഗ് സിങ്ക് ഔട്ട് പോയോ, അല്ലെങ്കിൽ അതെന്താ ബൈക്കിൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, വളരെ ക്യൂട്ടായിട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്തിനാ ഈ സൗണ്ട് ഇങ്ങനെ, ഈ സൗണ്ട് എന്താ അങ്ങനെ ചെയ്തൂടെ എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് ഓപ്പണാണ് ഇപ്പം. ലൈക്ക് സോഷ്യൽ മീഡിയ ഇസ് സോ ബിഗ്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഇങ്ങനെ ചെയ്താൽ പോരാ, പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇവിടുന്ന് ചോദ്യം വരും. പ്രേക്ഷകൻ്റെ ചോദ്യം നമുക്ക് ഉത്തരം കൊടുത്തേ പറ്റുള്ളൂ. അപ്പം എല്ലാവരും കെയർഫുള്ളായി. അല്ല, അതിൻ്റെ ഒരു ഭയങ്കരമായ ഡിബേറ്റും അതിൻ്റെ എന്താ പറയുക സ്റ്റഡിയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ OTTയുടെ ഒരു ഗ്രോത്ത് വന്നത്. OTTയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ തിയേറ്ററിൽ നമ്മളൊരു ഔട്ട് കൊടുക്കുക എന്ന് പറയുമ്പം റെസ്ട്രിക്ഷൻ ഇല്ല, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് പല സിനിമകളും ഭയങ്കര ഒച്ചയിൽ തിയേറ്ററിൽ വരും, ചിലത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ചിലത് ഉയ്യോ എൻ്റെ ഭഗവാന് ചെവി കൂടെ ചോര വന്നേന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു സിനിമകളുണ്ട്. ചിലത് ഡയലോഗ് കേൾക്കുന്നില്ല, മറ്റേത് കേൾക്കുന്നില്ല, വളരെ കുറഞ്ഞു പോയല്ലോ, ശബ്ദം കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന സിനിമകളുണ്ട്. സോ ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ ഹൂ ഡു ഇറ്റ്. പിന്നെ അതുകൂടാതെ തിയേറ്ററിൻ്റെ കാലിബ്രേഷനും കൂടെ അതിൻ്റെ അത് വിഷയമാണ്. അത് വേറൊരു ടോപ്പിക്കാണ് ടോട്ടലി. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് തിയേറ്ററിലേക്ക് ഔട്ട് കൊടുക്കുന്നതിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ല. OTT കൊടുക്കുന്ന ഓരോ ഔട്ടിനും എവറിത്തിങ് ഈസ് റെസ്ട്രിക്റ്റഡ്, കൺട്രോൾഡ് ആണ്. ഇപ്പോൾ നമ്മൾ വെക്കുന്ന ലെവൽ ഒരു പൊടി മോളിപ്പോയാൽ റിജക്റ്റ് ആവും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയ ലോജിക്കാണ് ഇതിപ്പം. അതിന് വേറെ ലോജിക്സ് ഉണ്ടോ എന്ന് എനിക്ക്, വി ആർ ഓൾ സ്റ്റഡിങ് റൈറ്റ് നൗ. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ലോജിക്ക് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു ഔട്ട് കൊടുക്കുമ്പോൾ ഫോണിലാണ് ഒരു 60%-70% ആൾക്കാരും സിനിമ കാണുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ OTTയുടെ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ പടം കാണും ഹെഡ്ഫോൺസ് വെച്ചിട്ട്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്, ഈ ഫോണിൽ പടം ഓൺ ചെയ്തിട്ട് 100-ലോട്ട് അങ്ങ് വയ്ക്കുക വോളിയം. അപ്പോൾ ഈ പറയുന്ന സിനിമയുടെ പോലത്തെ ഔട്ട്പുട്ടാണ് നമ്മൾ ഫോണിൽ കൊടുക്കുന്നതെങ്കിൽ ഈ വെക്കുന്നതും ചെവിയെ പോകും. ഫസ്റ്റ് ചെവി അങ്ങ് കൂന്നൊരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ എല്ലാ ഉത്തരവാദിത്തമാണ്, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അത് കാണുന്ന ആളുടെ ചെവിക്ക് പ്രശ്നം വരരുത്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കൺട്രോൾഡ്, ലെവൽസ് ആർ വെരി മച്ച് കൺട്രോൾഡ്. അത് റൂളാണ്, നമുക്കതിന് മുകളിൽ കൊടുക്കാൻ പറ്റില്ല. സോ ആ ലെവലിലേക്ക് കൊടുക്കുന്നു. പക്ഷേ TV-യിൽ നമ്മൾ പണ്ട് മുതൽ യൂസായിട്ട് വന്ന ഒരു സ്വഭാവമുണ്ട്, പാതി വോളിയം വയ്ക്കുകയുള്ളൂ. നമുക്ക് പാതി വോളിയത്തിൽ അത് കേൾക്കണം എന്ന് നമ്മൾക്കൊരു വാശിയുണ്ട്. പക്ഷെ ഒരിക്കലും നടക്കില്ല. കാരണം നിങ്ങൾ ഫോണിൽ 100-ൽ വെച്ച് കേൾക്കാം, അല്ലെങ്കിൽ ഫുൾ ലെവലിൽ വെച്ച് കേൾക്കാം. അതേ കണ്ടൻറ്റ് TV-യിൽ വരുമ്പോൾ എനിക്ക് 50-ൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു പ്രശ്നമാണ്. പിന്നെ അത് കൂടാതെ ഇപ്പോഴത്തെ TVs, പല TV-കളും കുറച്ച് കൊമേഴ്ഷ്യലൈസ് ആക്കിയിട്ട് ബിസിനസ് പരമായിട്ട് അവർ 5.1 ആണ്, അറ്റ്മോസ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് TV-കൾ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് 100% പെർഫെക്റ്റ് അറ്റ്മോസോ അല്ലെങ്കിൽ 100% പെർഫെക്റ്റ് 5.1 അല്ല. അങ്ങനത്തെ TV-കൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ലിസൺ ടു 5.1. പക്ഷേ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ഔട്ട് കേൾക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഔട്ട് കൃത്യമായി തിയേറ്ററിൽ കേട്ടതുപോലെ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി വെൽ കാലിബ്രേറ്റഡ് ഒരു ഹോം തിയേറ്റർ സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണം. അതിനകത്തുണ്ട് കണ്ടൻറ്റിൻ്റെ അകത്ത്, നെറ്റ്ഫ്ലിക്സിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്തും എല്ലാത്തിൻ്റെ അകത്തും പെർഫെക്റ്റ് ആയിട്ടുള്ള തിയേറ്റർ ക്വാളിറ്റിയുള്ള സാധനം കിടപ്പുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് കേൾക്കാനായിട്ട് നിങ്ങൾ ഒരു വലിയ ഹോം തിയേറ്റർ, അതായത് വീട്ടിൽ തന്നെ പല ഹോം തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോഴും ആ ഒരു എക്സ്പെൻഡിച്ചർ വന്നിട്ട് കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു ഹോം തിയേറ്റർ ചെയ്തു വരണമെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് അറൗണ്ട് 5 lakhs ഒരു
ആവറേജ് ബെറ്റർ ഹോം തിയേറ്റർ ചെയ്യണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ മുടക്കേണ്ടി വരും. പക്ഷേ എത്ര പേരത് മുടക്കും? വളരെ കുറച്ച് പേര് അത് മുടക്കിയിട്ട്. അപ്പം പറ്റുന്നവരെന്ത് ചെയ്യും? ഈ 5.1 ഉണ്ടല്ലോ, അറ്റ്മോസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ടി വി മേടിക്കാം. 50,000 രൂപയ്ക്ക് ആ ടി വി മേടിക്കും. അല്ലെങ്കിൽ 60,000 രൂപ കൊടുത്ത് ടി വി മേടിച്ചിട്ട് അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് 5.1 ആണ്. കാര്യമില്ല. കാരണം അതിൽ കൂടെ വരുന്നത് 5.1 കേൾപ്പിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഒരു കൃത്യമായ ഔട്ട്പുട്ടല്ല നിങ്ങൾ കേൾക്കുന്നത്. സോ ഇത് ഞാൻ പലയിടത്തും പറഞ്ഞ് മനസ്സിലാക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിൽ കൂടെ പറയുമ്പം കുറച്ചുകൂടെ പേര് കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞത്. ശരിക്കും ഡെലിക്കേറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഓൾവേസ് മ്യൂസിക്കാണ്. വളരെ സെൻസിറ്റീവാണ്. വളരെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസിനെ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഒരു ഡയറക്ടറിന് സിനിമ പറയാനായിട്ട് അത് വലിയൊരു ആയുധമാണ്. സിനിമയുടെ ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയുധമാണ്. കാരണം നമുക്കൊരു ഓഡിയൻസിനെ ചീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീക്വൻസ് വന്നിട്ട് ഒരാളുടെ ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ പോലും നമ്മുടെ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ടെൻഷൻ കൂട്ടണമെങ്കിൽ മ്യൂസിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരാളുടെ ജഡ്ജ്മെൻറ്റ്, ഇപ്പോൾ ഒരാൾ നടന്നു വരുന്ന ആൾ ഒരു വില്ലനാണ് എന്ന് ഓഡിയൻസിനെ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒരു വില്ലൻ്റെ മ്യൂസിക് അവിടെ ഇട്ടാൽ ഓഡിയൻസ് വരിക ആയി വരുന്ന വില്ലനല്ലേ. ഒരു നായകൻ പ്രാധാന്യമുള്ള മ്യൂസിക്കാണ് നമ്മളവിടെ ചെയ്യുന്നതെങ്കിൽ ആയി വരുന്ന നായകനാണ് എന്നൊരു തോന്നൽ ഓഡിയൻസ്, വിത്തൗട്ട് ലാംഗ്വേജ്, വിത്തൗട്ട് എനിത്തിങ്, ഇമോഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക. സോ അത് ഏറ്റവും വലിയ ആയുധമല്ലേ. സോ അപ്പം ഈ ആയുധം വെച്ചിട്ടാണ് ഇന്ന് സിനിമ പലപ്പോഴും പല സിറ്റുവേഷനിലും നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് വർക്കൗട്ടായില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആയുധം കൃത്യമായിട്ട് ഉപയോഗിച്ച പോയിന്റിലാണ്. ഇപ്പോൾ ഒന്നുമില്ല, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ ആ പാട്ടം കൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് തിയേറ്ററിൽ എല്ലാവരും എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു. സോ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ്സ് എ മാജിക് ക്രിയേറ്റഡ് ബൈ മ്യൂസിക് അല്ലേ. അത് അത്രയും പേര് ഒരുമിച്ച് നിന്ന് ക്ലാപ്പ് ചെയ്യുന്ന അവർക്ക് ഗൂസ് ബംസ് ഉണ്ടായി. ആ ഗൂസ് ബംസ് ക്രിയേറ്റ് ചെയ്ത് എവിടുന്നാണ്? മ്യൂസിക്കിൽ നിന്നാണ്. സോ ദാറ്റ്സ് എക്സാക്ട്ലി മൈ പോയിൻറ്റ്. അപ്പോൾ ഇതിൽ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി സ്പോട്ട് ഓൺ ആയിട്ട് ഉള്ള അല്ലെങ്കിൽ ആ ഇമോഷൻ കണക്റ്റ് ആവുന്ന വിധത്തിലൊരു സാധനം, ഒരു മ്യൂസിക് അവിടെ ഉണ്ടാവുകയാണ്. ആ മ്യൂസിക് കൃത്യമായി ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ ആ സീൻ മേളിൽ പോകാൻ പറ്റും ഭയങ്കരമായിട്ട്. സോ മ്യൂസിക് ഈസ് എ ഡെലിക്കേറ്റ് എലമെൻറ്റ് ഇൻ ദ എൻറ്റയർ സൗണ്ട് സ്പെക്ട്രം എന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും നമുക്ക് ഒരു കാര്യമുണ്ട്, ഈ സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു സീനിനെ ഇല്ലാതാക്കാനും പറ്റും, സൗണ്ട് വെച്ചിട്ട് നമുക്ക് അതിനെ മുകളിൽ കൊണ്ടുവരാൻ പറ്റും. അതിനേക്കാളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള, നേരത്തെ പറഞ്ഞല്ലോ മ്യൂസിക്കിൻ്റെ ശക്തി പോലെ തന്നെ ഒരു വളരെ ശക്തിയുള്ള ഒരു ടൂള് നമ്മുടെ സൗണ്ട് വെച്ചുണ്ട്. എന്താണെന്നറിയോ? സൈലൻസ്. അതായത് സൗണ്ട് ഇല്ലായ്മയാണ് ഏറ്റവും വലിയ ഇമ്പാക്റ്റ്. ഒരു വാക്യൂം ഫീലാണ് ഇത്. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, അത് ഭീകരമായിരിക്കും. കാരണം പെട്ടെന്ന് എന്തൊക്കെയോ ഉണ്ടായിട്ട് പെട്ടെന്ന് ഓഡിയൻസിനെ ഫുൾ ഡെഡ് സൈലൻറ്റ് തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ലൈക്ക് എല്ലാവരും സ്വിച്ചിട്ട പോലെ അവരും സൈലൻ്റ് ആവും, അവരുടെ ഫോക്കസ് വിൽ ബി ഷാർപ്പ്. ഇതിലോട്ട് നമുക്ക് ഓഡിയൻസിനെ എത്തിക്കാൻ പറ്റും സൈലൻസും ഉണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ ഈ സൈലൻസ് വെച്ചിട്ടുള്ള അനുഭവങ്ങളും ഈ ചില എഫക്ട്സുകൾ എടുത്ത് കളയുമ്പോഴുള്ള അനുഭവങ്ങളും. ഇപ്പം ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയില്ലേ, ട്രാഫിക് സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സീനുണ്ട്. മറ്റേ ചാക്കോച്ചൻ വന്നിട്ട് മറ്റേ നായികയെ പുതിയ കാറ് മേടിച്ചിട്ട് നായിക ചതിച്ചിട്ടുണ്ടാവും, അപ്പം കൊണ്ടുവന്ന് കാർ ഇടിച്ച് കൊല്ലുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഭയങ്കര ഡെലിക്കേറ്റ് സീനാണത്. നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിൽ, അപ്പോൾ ചാക്കോച്ചൻ്റെ ഭാഗത്ത് നമുക്ക് മിസ്റ്റേക്ക് കാണാം, കൊല ചെയ്യാണ്. അപ്പം നമ്മുടെ ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ആ ചാക്കോച്ചൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണത്. ഭയങ്കര വിഷമിച്ചാണ് കൊല്ലുന്നത്, കരഞ്ഞുകൊണ്ടാണ് കൊല്ലുന്നത്. ആ കരച്ചിലും ആ ഇമോഷൻ ആൾക്കാരിലേക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അവിടെ നമ്മളെന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് സൈലൻസാണ്. ഈ പറയുന്ന പോലെ എഫക്ട്സോ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്താൽ കളഞ്ഞു. ഇടിക്കുന്ന ശബ്ദവും കറങ്ങി വീഴുന്ന ശബ്ദവും നിലവിളിയും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് മ്യൂസിക്കിലൊരു പിയാനോയും ഒരു പാഡ്സും മാത്രം വെച്ചു. പിയാനോ ഉണ്ട്, പാഡ്സ് ഉണ്ട്. അപ്പം വേറെ ഒന്നും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ സീൻ ചെയ്തപ്പോൾ നമുക്ക് ഇമോഷൻ ഉണ്ടായി. നമ്മൾ ഈ ഒച്ചപ്പാടെല്ലാം വെച്ചപ്പോഴത്തേക്ക് പേടിയായിപ്പോയി. പല ഇമോഷൻസ് അവിടെ ആ സീൻ ഒരു ഭയങ്കര എക്സാമ്പിളാണ്. ഞാൻ പല ക്ലാസ്സസിലും പല കുട്ടികളോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊരു സീനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡെലിക്കേറ്റ് സീനാണ്.
അത് നമുക്ക് ആ സീനിൽ തന്നെ മൊത്തത്തിൽ സൗണ്ട് എഫക്ട്സ് വെച്ചപ്പോൾ എനിക്കുണ്ടായ ഇമോഷൻ പേടിയാണ്. സൗണ്ട് എഫക്ട്സ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ എല്ലാം പോളിഷ് ചെയ്ത് ഒരു പിയാനോയും പാഡ്സും മാത്രം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇമോഷൻ ചാക്കോച്ചൻ്റെ വിഷമമാണ്. നമുക്ക് വിഷമം വരാൻ തുടങ്ങി. വി ഗോട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദാറ്റ് സീൻ. അപ്പോൾ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സീക്വൻസുകൾ പല സിനിമകളിലും പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതിപ്പോൾ ഒന്ന് എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. കോൺഫ്ലിക്ട്സ് വരും. നമ്മൾ കോൺഫ്ലിക്ട്സ് നല്ലതിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ ഒരു സിനിമ അങ്ങനെ ചെയ്തു വരുമ്പോൾ മാത്രം ഇപ്പോൾ ഡയറക്ടർ ഒരു കാര്യം വിചാരിച്ചിരിക്കുന്നു, എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും. എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ ആദ്യം അക്സെപ്റ്റ് ചെയ്യാതെയും അല്ലെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്കാണ്. നമ്മൾ ഇത്രയും നാൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം സ്വപ്നം കണ്ട് എൻ്റെ സിനിമ ഇങ്ങനെ ആയിരിക്കണമെന്ന് ഉറക്കത്തിലും ഒക്കെ പുള്ളി അത് മാത്രം ചിന്തിച്ചിട്ട് പുള്ളി എന്നെ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്, ഇന്ന പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന ടെക്നീഷ്യൻ എൻ്റെ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പ്രൊഡ്യൂസറുടെ അടുത്ത് ബഹളം ഉണ്ടാക്കി എന്നെ അകത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ പുള്ളി പറയുന്നത് മാത്രം ചെയ്ത് കൊടുത്തിരിക്കുകയാണെങ്കിൽ പുള്ളി ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അടുത്ത് വന്നത് വെറുതെ ആയിപ്പോയി. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും. ഏതൊരു ടെക്നീഷ്യൻ അവരുടേതായ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും. അത് പറയാൻ പറ്റണം, അത് പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ഡയറക്ടറിൻ്റെ സ്വപ്നമാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഡയറക്ടറാണ് അൾട്ടിമേറ്റ് എന്താ പറയുക, ഈ സിനിമയെ സംബന്ധിച്ച് ഡയറക്ടറാണ് ഫൈനൽ സേ എന്ന് പറയുന്ന റെസ്പെക്റ്റും കൊടുത്തുകൊണ്ട് ഉള്ള ഫൈറ്റാണ് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും നടക്കുന്നത്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഫൈറ്റ് ചെയ്യും. ചില കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്തിട്ട് ഇത് വേണം അവസാനം പറയും ഇല്ല വേണ്ട രാജ് ഇത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഓക്കെ ഫൈൻ. ഞാൻ മാക്സിമം ശ്രമിച്ചു, യുദ്ധം നടത്തി, എല്ലാം നടത്തി. അപ്പോഴും പുള്ളി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും കാരണം കാണും എന്ന് വിചാരിച്ച് വിടുക. അങ്ങനെ എനിക്ക് പലതും ഇപ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഡയറക്ടറിന് വേണ്ടി ഡയറക്ടറിൻ്റെ വിഷൻ ഞാൻ പിന്നീട് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനെടുത്ത തീരുമാനം ചിലപ്പോൾ റോങ് ആയിരിക്കും, ഡയറക്ടർ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്ത് വേറൊരു ടെക്നീഷ്യൻ ആണെങ്കിലും എടുക്കേണ്ട തീരുമാനങ്ങളായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഡയറക്ടറിൻ്റെ വിഷൻ ആയിരിക്കും ചിലപ്പോൾ കറക്റ്റ് ആവുക. നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഹാപ്പൻസ് ഇൻ സിനിമ, ദിസ് ഹാപ്പൻസ്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഡയറക്ടർ കോളാണ് ഫൈനൽ. അത് നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവരുടെ ഡ്രീമാണ് ആ സിനിമ കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ പറയും ഒരു മാസം തന്നെ ഞാൻ 5 പടം ചെയ്യും. പക്ഷേ ആ ഡയറക്ടർ എൻ്റെ അടുത്ത് വരുന്ന ഈ 5 ഡയറക്ടേഴ്സ് 5 വർഷത്തോളം അവരുടെ പ്രോജക്റ്റിൻ്റെ പുറകെ നടന്നിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഞാനിരിക്കുന്ന കസേരയിലിരുന്ന് ആ വരുന്ന മനുഷ്യൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുക. അതാണ് നമ്മുടെ ആസ് എ ടെക്നീഷ്യൻ നമ്മുടെ ജോലി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് ഞാൻ തിരുത്തി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ സൗണ്ടിന് കിട്ടുന്ന ഇമ്പോർട്ടൻസ് എബ്രോഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾ എടുത്തു കഴിഞ്ഞാലും അതിൽ സൗണ്ട് ചെയ്ത് ആരാന്ന് അറിയണമെങ്കിൽ ഞാൻ പടം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം റോളിംഗ് ടൈറ്റിൽ എൻഡിൽ സൗണ്ട് ചെയ്ത ആൾക്കാരുടെയൊക്കെ പേരുണ്ടാവും. പക്ഷേ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ പേര് കാണണമെങ്കിൽ മെയിൻ ടൈറ്റിലിൽ മെയിൻ ടെക്നീഷ്യൻസ് കൂടെ നമുക്ക് പ്ലേസ് തന്നിട്ടുണ്ട്. പിന്നെന്താ, അതൊരു വലിയ കാര്യമല്ലേ. അപ്പം ഞാൻ കാണുന്ന വിധം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ലൈക്ക് നമുക്ക് ആ സ്പേസ് ഉണ്ട് നമുക്ക്, പക്ഷേ അവർക്ക് കിട്ടുന്ന അത്രയും ബഡ്ജറ്റ് കിട്ടുന്നില്ല. ദാറ്റ് ഈസ് 2 ഡിഫറെൻറ്റ് തിങ്സ്. അവർക്ക് ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മലയാള സിനിമ എടുക്കുന്ന പൈസ അവരവിടെ സൗണ്ടിന് വേണ്ടി മുടക്കും. നമുക്കിവിടെ ക്രെഡിറ്റ് തരും, പക്ഷേ ബഡ്ജറ്റ് കുറവാണ്. ഈ ബഡ്ജറ്റ് ഈ സാധനം ബഡ്ജറ്റും കൂടെ ഇപ്പോൾ ബാലൻസ്ഡായി വരുന്നുണ്ട്. പണ്ടായിരുന്നു ഈ ബഡ്ജറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിൻ്റെ ഒരു പിടുത്തം മാറിയിട്ട് ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റും കൂടെ കൂടി തുടങ്ങി. സോ ഇപ്പോൾ ഞാൻ പറയും ഇന്ത്യൻ സിനിമയിൽ ഇൻ നെക്സ്റ്റ് ഫ്യൂച്ചർ സൗണ്ട് ഈസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട്സ് എവിടെ നിന്ന് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ പ്രൗഡ്ലി സേ ഫ്രം ഇന്ത്യ ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ ഷുവർ. കാരണം ഇംഗ്ലീഷിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ അവർ നേരത്തെ പറഞ്ഞല്ലേ ലിമിറ്റേഷൻസ്, അവർ വളരെ അവരുടെ മ്യൂസിക് പാറ്റേൺ വേറെയാണ്. ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത് സോഫ്റ്റാണ്. നമ്മുടെ എൻറ്റയർ ഇന്ത്യയിൽ ഏത് ലാംഗ്വേജ് എടുത്താലും വി ആർ ലൗഡ്.
നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കും, നമ്മൾ ഒച്ച വയ്ക്കും, നമ്മൾ ഭയങ്കര വേറൊരു രീതിയാണ് നമ്മുടെ ഡയലോഗ്സ് എന്നെല്ലാം. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം എന്ന് സംസാരിക്കൂ. സോ ദ എൻറ്റയർ തിങ് വിൽ ബി ലൈക്ക് ഡയലോഗ് എപ്പോഴും സോഫ്റ്റാണ്. നമ്മുടെ കാതി വന്ന് കുത്തുന്ന പോലെ അവർ ഒച്ച വെച്ച് സംസാരിക്കാറില്ല. ദേ ആർ നോട്ട് ലൗഡ്, ബട്ട് വി ആർ ലൗഡ്. സോ നമ്മൾ ലൗഡായ സ്ഥിതിക്ക് എൻറ്റയർ തിങ് വിൽ ബി ലൗഡ്. അല്ല, ഞാൻ പാൻ ഇന്ത്യൻ സിനിമകൾ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ സൗണ്ട് അപ്രോച്ച് വ്യത്യാസമൊന്നുമില്ല. ബഡ്ജറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാനായിട്ടുള്ള സ്പേസ് പാൻ ഇന്ത്യൻ സിനിമകൾ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ബഡ്ജറ്റിൻ്റെ കാര്യം തന്നെയാണ്. ബഡ്ജറ്റിന് ലിമിറ്റേഷൻസ് ഇല്ല. നമുക്കിപ്പോൾ ഒരു പടം കമ്മിറ്റ് ചെയ്യുമ്പം ഒരു സാധാരണ റീജിയണൽ പടം എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് വലുതാണ്. നമുക്ക് ഒരു ലിമിറ്റിന് മുകളിൽ പൈസ ചിലവാക്കാനോ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റില്ല. പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വാസ്റ്റായി. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ബ്രസീലിൽ പോയി ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ US പോയിട്ട് ഇന്ന ആർട്ടിസ്റ്റ് എൻ്റെ ഫുഡ് സ്റ്റെപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആളുടെ ഗൺസ് എനിക്ക് പർച്ചേസ് ചെയ്യണം, ഗൺ സൗണ്ട്സ് പർച്ചേസ് ചെയ്യണം. ഇതൊക്കെ എനിക്ക് ഓപ്പണാണ് ഒരു പാൻ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. പക്ഷേ അപ്പോൾ വി ക്യാൻ ഇൻവെസ്റ്റ് മണി ഓൺ ദാറ്റ്. പക്ഷേ നമ്മൾ റീജിയണൽ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യുക. നമ്മൾ പോയി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ആ സിനിമയ്ക്ക് ഉണ്ടാവില്ല. സോ അപ്പം ഈ ഒരു ഡിഫറൻസ് അല്ലാതെ പിന്നെ അപ്പം ഡെഫിനറ്റ്ലി ഇപ്പം ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് വരുന്ന സമയത്ത് ക്വാളിറ്റി ഓഫ് സൗണ്ട് ഈസ് ഓൾസോ എ മാറ്റർ. നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അത് കൊടുക്കാൻ പറ്റുന്ന ലിമിറ്റുണ്ട്. ഇതിൽ നമുക്ക് ലിമിറ്റില്ല, എന്ത് വേണേൽ ചെയ്യാം. സോ ബട്ട് ഫൈനലി വിൽ ട്രൈ ടു ഗിവ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഇൻ ദാറ്റ് ബഡ്ജറ്റ് എന്നുള്ളതാണ്. ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ഇത് മാറും, പാറ്റേൺസ് മാറും, അത്രേ ഉള്ളൂ. ഒരു 80% നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ 80% സൗണ്ടും നമ്മൾ കളക്ട് ചെയ്യും. ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ കാന്താര ആണെങ്കിൽ പോലും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിൽ നമ്മുടെ ഒരു ടീം പോയി ഒരു 4-5 ദിവസം ഫോറസ്റ്റ് ഫുള്ള് സൗണ്ട് കളക്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ക്രിയേറ്റഡ് ആ ക്രീച്ചേഴ്സൊക്കെ വരില്ലേ, ക്രീച്ചേഴ്സൊന്നും നമുക്ക് പിടിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള സ്റ്റോക്കും അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുത്തു. പല ശബ്ദങ്ങൾ നമ്മൾ വെച്ച് അതിനെ പ്രോസസ്സ് ചെയ്തൊക്കെ ആ ക്രീച്ചേഴ്സിൻ്റെ സൗണ്ട് പോലെ ആക്കി നമ്മൾ എടുക്കുകയായിരുന്നു. എൻ്റെ സൗണ്ട് എഡിറ്റ് ടീംസും ഞാനും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സൗണ്ട് സ്കേപ്പാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിങ്ങനെ 2 രീതിയിലുണ്ട്. ഇപ്പോൾ 80% നമ്മൾ ക്രിയേറ്റഡാണ്, നമ്മൾ എല്ലാത്തിനും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പോയി റെക്കോർഡ് ചെയ്യുന്ന ശബ്ദങ്ങളാണ്. കാന്താര ഈസ് സംതിങ് ചേഞ്ച് മൈ ലൈഫ്. അത് എത്ര പറഞ്ഞാലും മതിയാവാത്ത കാര്യം. കാരണം കാന്താര ഒരു ചെറിയ കന്നഡ പടമായിട്ട് അന്ന് നമ്മുടെ കയ്യിൽ വന്നു, ഒരു കന്നഡ പടം, അത്രയേ ഉള്ളൂ. നമ്മൾ ആ സിനിമ കാണുന്നു, ആ സിനിമ കണ്ട് ഒന്നുമില്ല. ഞാനും ഋഷഭ് വന്നിട്ട് ഇവിടെ ഷൂട്ടിങ്ങിന് വന്നു, കാന്താരയുടെ ഒരു പാച്ച് എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ്, കൊച്ചിയിൽ ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നെ വന്ന് അടുത്ത നമ്മുടെ പടമാണെന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹാർഡ് ഡിസ്ക് ഒന്ന് കണക്ട് ചെയ്ത് സ്റ്റുഡിയോയിൽ ഇരുന്ന് കാണുന്നു. അന്ന് കിട്ടിയൊരു ഹൈ മൊമെൻ്റ് ഉണ്ട്. അതായത് ആ ക്ലൈമാക്സ് കണ്ടു കഴിയുമ്പോൾ ഞാൻ ഓടി വന്ന് ഞാൻ ഋഷഭിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിന് നാഷണൽ അവാർഡ് കിട്ടിയില്ലെങ്കിൽ നാഷണൽ അവാർഡുള്ള വിശ്വാസം തന്നെ ഞാൻ ഉപേക്ഷിക്കും. കാരണം ഇത് തന്നേ പറ്റൂ, എന്ത് പടം എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഇത് ട്രൈ പണിയിരിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. പുള്ളി നന്നായിട്ട് തമിഴ് സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് പാൻ ഇന്ത്യ ആക്കിയില്ല? ഇത് പാൻ ഇന്ത്യൻ സിനിമയല്ലേ, ഇത് എന്തുകൊണ്ട് ഇല്ല അറ്റ്ലീസ്റ്റ് മലയാളത്തിലെങ്കിലും ഇറക്കണ്ടേ? നമ്മൾ തെയ്യമൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാരാണ്, അപ്പം നമുക്ക് കണക്റ്റ് ആവും, മലയാളത്തിലെങ്കിലും ഇറക്കുന്നേ. അതൊന്നും വേണ്ട, കന്നഡ പടമല്ലേ, ഇപ്പോൾ ആരും കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ സിനിമ ഇറങ്ങി ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പാൻ ഇന്ത്യൻ സിനിമയായിട്ട് മാറി. അതാണ് ഒരു സിനിമയുടെ വിധി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, എൻ്റെ ലൈഫ് മാറി. അതിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ലൈഫ് മാറി. മനസ്സിലായില്ലേ? അതായത് ഒരു എന്താ പറയണ്ട, ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഇങ്ങനെ ഓപ്പണായി നമ്മുടെ എല്ലാ ടെക്നീഷ്യൻ മുമ്പിൽ. ഇവരൊക്കെ ടെക്നീഷ്യൻസ് ഉണ്ടല്ലേ എന്ന് പറയുന്ന. അതായത് അത്രയും നാൾ ഞാൻ തെലുങ്ക് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഹിന്ദി പടം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മുഴുവൻ എല്ലാവരും അറിയാൻ തുടങ്ങിയത് കാന്താരയ്ക്ക് ശേഷം. ഇതൊക്കെ ഇങ്ങനെ ചെയ്ത പടം എന്ന് പറയുന്ന ലെവലിലോട്ട് ഇതൊക്കെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ എല്ലാം. പുഷ്പയൊക്കെ വരാൻ കാരണം പക്ഷേ കാന്താര എന്ന് പറയുന്നതിനേക്കാളും പുഷ്പയുടെ ഡയറക്ടറുമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പുള്ളിയുടെ രംഗസ്ഥലം ഞാനാണ് വർക്ക് ചെയ്തത്.
അതിനെനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പടം, ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ പടം രംഗസ്ഥലം, തെലുങ്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുഷ്പ ചെയ്യുന്നത്. അപ്പോൾ പുഷ്പ ചെയ്തപ്പോൾ റസൂൽ പൂക്കുട്ടിയായിരുന്നു എൻ്റെ ഡിസൈനിങ്. ഞാനും റസൂലുമായിട്ട് ഫസ്റ്റ് ടൈം കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത സിനിമയാണ് പുഷ്പ 2. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഫസ്റ്റ് ടൈം വർക്കിംഗ് വിത്ത് ഓസ്കാർ അവാർഡ് വിന്നർ. സോ ഇറ്റ്സ് ഗ്രേറ്റ് ഓണർ വർക്കിംഗ് വിത്ത്. സോ ലൈക്ക് അങ്ങനത്തെ ഒരു ഹൈ മൊമെൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അതിനേക്കാളും എനിക്ക് ഭയങ്കരമായി എനിക്ക് സന്തോഷം തന്ന സിനിമ കൽക്കി എന്ന് പറഞ്ഞ തെലുങ്ക് പടമല്ലേ, നമ്മുടെ അമിതാഭ് ബച്ചനും ഒക്കെ അഭിനയിച്ചു. അത് വർക്ക് ചെയ്തത് ഭയങ്കര വേറൊരു ഫീലായിരുന്നു. അങ്ങനത്തെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് റെയർലി സംഭവിക്കുന്ന സിനിമകളാണ്. അതിന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അതിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ നമ്മളെ ചൂസ് ചെയ്യുക, നമ്മുടെ വർക്കുകൾ കണ്ടിട്ടാണല്ലോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ കിട്ടുന്ന നമ്മുടെ സന്തോഷമാണ് അതിനേക്കാളും ഏറ്റവും വലുത്. നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലുതാണ്. അത് ഞാൻ ആ പടത്തിൻ്റെ മിക്സിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എഫക്ട്സ് ചെയ്തിരിക്കുന്നത് JD എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷിയാണ്. JD ആയിട്ട് ഞാൻ വർക്ക് ചെയ്ത പടമാണ്. ഇപ്പം ബ്രഹ്മയുഗവും JD ആണ് സൗണ്ട് എഫക്ട്സ് ചെയ്തത്. അത് ഞാൻ മിക്സ് ചെയ്തു. ഇപ്പം എന്താ പറയുക, ഈ പടവും DSRയും JD ആണ് സൗണ്ട് എഫക്ട്സ് ചെയ്തത്, ഞാൻ മിക്സ് ചെയ്തത്. സൗണ്ട് എഫക്ട്സിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഒരുപാട് തലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ക്ലിപ്പിൻ്റെ ശബ്ദമാണെങ്കിലും ഞാൻ പലതിലും പറഞ്ഞിട്ടുണ്ട്. സിഗരറ്റ് കത്തിച്ചിട്ട് ആ ഒരു ചെറിയ പൊട്ടലില്ലേ, ആ പൊട്ടൽ അത്രയും ഡീറ്റെയിൽഡായിട്ട്, അതായത് അവിടെ വേറെ ഒരു ശബ്ദവുമില്ല. നമ്മൾ ഇപ്പോൾ ചില കാര്യങ്ങൾ ഏറ്റവും അതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ ഒരു 50,000 ട്രാക്ക് ഉണ്ടാവും. മറ്റേ നോയ്സ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ ഒരു 50,000 ട്രാക്ക് ഉണ്ടാവും. പക്ഷേ നേരെ മറിച്ച് ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിഗരറ്റ് മാത്രം, വേറെ അതിൻ്റെ അകത്ത് വേറെ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ശബ്ദങ്ങളോ ആ സിനിമയിലില്ല. വളരെ മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബേർഡ് സൗണ്ടാണ്, ആ ബേർഡ് മാത്രം. അപ്പോൾ എന്തുപറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 സൗണ്ട്സിന് തന്നിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കേൾക്കേണ്ട ഒരു ശബ്ദം മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് ആ DSR സിനിമയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത വിധം, ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ട് യൂസേജ്. അപ്പോൾ എന്ത് പറ്റി, എല്ലാ സൗണ്ടും നിങ്ങൾ കേട്ടു. തിയേറ്ററിൽ വരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ കേൾക്കേണ്ട ശബ്ദങ്ങളെല്ലാം കേട്ടു. അതിന് പകരം നമ്മൾ സിഗരറ്റിൻ്റെ ശബ്ദം, അവിടെ ഒരു കാറ്റ്, പിന്നെ അവിടെ ഒരു ഇല അനങ്ങുന്ന ശബ്ദം, മറ്റേത് മറിച്ചത് എന്തൊക്കെയോ വേറെ ശബ്ദങ്ങൾ, തുണിയുടെ ശബ്ദം, എല്ലാം കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ സിഗരറ്റിൻ്റെ സൗണ്ട് കേൾക്കത്തുമില്ല. അവിടെ വേറെ ഒന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ല. ഇത് മാത്രം പ്രോമിനൻ്റായിട്ട് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ആ സിനിമയുടെ പ്രത്യേകത അതാണ്. അതേപോലത്തെ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പം ഹൊറർ പടങ്ങൾ ചെയ്യുമ്പം ആ ഹൊറർ പടത്തിൻ്റെ അപ്രോച്ച് നോർമലി ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് ആ ഹൊറർ പടങ്ങളുടെ അപ്രോച്ച്. സൈലൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ ശരിക്കും എൻ്റെ ഗുരുനാഥൻ്റെ വാക്കുകൾ കടമെടുക്കാൻ അതായത് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ വെളിയിലിറങ്ങുന്ന ഒരു ഓഡിയൻ, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, വെളിയിറങ്ങുന്ന ഒരാൾ സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ വർക്ക് അടിപൊളിയാണ്. അല്ല, ഇറങ്ങി വരുന്ന ആൾ പറയാണ് സൗണ്ട് കിടിലമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഉഗ്രനായിട്ടുണ്ട്, ഇത് ഉഗ്രനായിട്ടുണ്ട്, മറ്റേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നീ കുറച്ച് ഓവർഡു ചെയ്തു എന്നുള്ളതാണ്. കാരണം നിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നീ എക്സ്ട്രാ പണിയെടുത്തു. അപ്പോൾ സിനിമ കുറച്ച് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ സിനിമ ബെറ്റർ ആയില്ല എന്നുള്ളൊരു ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓൾവേസ് ദ ബെസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇത് നോട്ടീസ് ചെയ്യാതെ പോകുക എന്നുള്ളതാണ്, ഡിസ്റ്റർബ് ചെയ്യാതെ പോവുക. അപ്പോൾ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു ബൈക്ക് പോയി. ഈ ബൈക്ക് ഒരു യമഹയാണ്. അവിടെ ഞാൻ ആ യമഹ സൗണ്ടിന് പകരം ഒരു ബുള്ളറ്റ് സൗണ്ട് ഇട്ടാൽ നമ്മൾ അത് യമഹ അല്ലായിരുന്നു, അങ്ങനെ ബുള്ളറ്റ് വന്നു, ഡിസ്ട്രാക്റ്റായി. സോ ആ സൗണ്ടിനെ പറ്റി ചർച്ചയായി, ആ സീൻ അങ്ങ് പോയി. അപ്പോൾ നമ്മളങ്ങനെ ഒരു സീൻ പോലും ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മൾ യമഹ സൗണ്ട് ഇട്ടാൽ നമ്മൾ കാണില്ല, അതിനെക്കുറിച്ച് ഒരു ഓഡിയൻസ് ശ്രദ്ധിക്കത്ത് പോലുമില്ല. ഒരു ബൈക്കിന് പോയി എത്ര ഉള്ളൂ. നമ്മളവിടെ തെറ്റ് ചെയ്യുമ്പോഴാണ്, അല്ല ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴാണ് അത് നോട്ടീസ് ചെയ്യുന്നത് എന്നൊരു പാഠം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു പരിധി വരെ ശരിയാണ്. ഒരു പരിധി വരെ ഇപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് അവരവരുടെ വർക്ക് വെളിയിൽ കാണാനാണ്. അത് ചില ഓഡിയൻസ് അതാണ് എൻജോയ് ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ചില മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ മ്യൂസിക് അങ്ങനെ പമ്പ് ചെയ്ത് കയറി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഓഡിയൻ ഇറങ്ങി വന്നിട്ട് ആ മറ്റേ മ്യൂസിക് കൊള്ളാം, ഈ മ്യൂസിക് കൊള്ളാം, മ്യൂസിക് ഡയറക്ടർ കലക്കി, ക്യാമറ സൂപ്പറായിട്ടുണ്ട്, പക്ഷെ കഥ പോരാ. പക്ഷേ നേരെ മറിച്ച് അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമാണ് അങ്ങനെ കമൻറ്റ് വരുന്നത്.
പക്ഷേ അത് ഉഗ്രം പടമാണെന്ന് വെച്ചു. ഇറങ്ങി വന്നിട്ട് എന്താ പടം, വേറെ ഒന്നും പറയില്ല. മ്യൂസിക് കൊള്ളാം, ഇതെങ്ങനെ അത് കൊള്ളാം. കാരണം അവനെക്കുറിച്ച് ഇനി പടം രണ്ടാമത് കാണുമ്പോൾ മാത്രമേ അതൊക്കെ തലയിൽ കയറുള്ളൂ. അത്ര നേരം അവരിങ്ങനെ ഈ ഇൻവോൾവ് ആയിട്ട് അവർ ക്യാരക്ടറിൻ്റെ അടുത്തങ്ങ് പോയി നിന്നു. അങ്ങനെ വേണം സിനിമ കാണാൻ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മൂവി എക്സ്പീരിയൻസ് ഐ വിൽ സേ. ഇല്ല, ഈ നമ്മുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതായത് രണ്ടും ഒന്ന് തന്നെയാണ്. റീറെക്കോർഡിംഗ് മിക്സർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ റീറെക്കോർഡിംഗ് ആണ് ശരിക്കും മിക്സിങ്. സൗണ്ട് മിക്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും റീറെക്കോർഡിംഗ് ആണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എല്ലാവരും ഈ റീറെക്കോർഡിംഗ് ചെയ്യാൻ പോകുന്നത് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെയാണ്. പശ്ചാത്തല സംഗീതത്തിന് റീറെക്കോർഡിംഗ് എന്നുള്ള പേരായിപ്പോയത് അറിയാതെ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇന്നും റീറെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി, ഞാൻ ചെയ്യുന്ന മിക്സിംഗ് എന്ന് പറയുന്ന ജോലിയിലേക്ക് അത് ഫോക്കസ്ഡ് ആവും. ഇന്നും റീറെക്കോർഡിംഗ് മിക്സർ, ഇപ്പോൾ നാഷണൽ അവാർഡ് വരുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് റീറെക്കോർഡിംഗ് മിക്സറാണ്. കാരണം അതങ്ങനെയാണ് അവിടെ നോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓഡിയോഗ്രാഫി എന്ന് പറയുന്നത് പിന്നീട് ക്രിയേറ്റായ ഒരു പേരാണ്, എല്ലാം കൂടെ ചേരുന്നത്. അതായത് ഇപ്പോൾ സൗണ്ട് ഡിസൈനിങ്ങും മിക്സിങ്ങും ഇതെല്ലാം കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ക്യാൻ കോൾ അവർ സെൽഫ് ആൻ ഓഡിയോഗ്രാഫർ എന്ന് പറയുന്നൊരു പേര് നമ്മൾ ഇന്ത്യയിൽ മാത്രം കണ്ടുപിടിച്ച ഒരു പേരായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഓഡിയോഗ്രാഫർ എന്ന് പറയാമല്ലോ. അതാണ് എൻ്റെ ലോജിക്. അല്ലാതെ പേരുകളിൽ കാര്യമില്ല. ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയായിട്ട് എനിക്ക് ഞാൻ ഒരുപാട് പേരെടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫോറിൻ ടെക്നീഷ്യൻസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പലരിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് നമ്മുടെ ഭാഷയില്ലേ, ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ ചെയ്യാനായിട്ട് നമ്മുടെ കൾച്ചർ അറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്ത്യൻസിനൊരു ഗുണം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ കൾച്ചറും അറിയാം, നമ്മുടെ കൾച്ചറും അറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ട് ഒരു വെസ്റ്റേൺ ഒരാൾക്ക് നമ്മുടെ സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടുത്തിരുന്ന് അവിടുത്തെ നമ്മുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുക്കണം, എന്നാലേ അവർക്ക് നമ്മുടെ സിനിമ മനസ്സിലാവുള്ളൂ. പക്ഷേ നമുക്ക് അവരുടെ സിനിമ മനസ്സിലാവും. അതാണ് നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവരിൽ നിന്നും നല്ല ഇപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സിനിമയെങ്കിലും കാണുന്ന ആളാണ്. രാത്രിയെങ്കിലും കുറച്ച് നേരമെങ്കിലും ഒരു 1 hour ഐ വിൽ മേക്ക് ഷുവർ ഐ വാച്ച് മൂവീസ്. ഈ ഒരു 1 hour എന്ന് പറയുന്നത് ഇറ്റ്സ് മൈ സ്റ്റഡി ടൈം. ഒരിക്കലും ഞാൻ പറയുന്നില്ല നമ്മൾ സുപ്പീരിയർ ആണെന്നല്ല പറഞ്ഞു വരുന്നത്. അവർ ഡെഫിനറ്റ്ലി ദേ ആർ ടെക്നോളജിക്കൽ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സുപ്പീരിയറാണ്. കാരണം അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും, നമുക്കത് പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് നമ്മളും ട്രാവൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ വി ക്യാൻ സ്റ്റഡി ലോട്ട് ഓഫ് തിങ്സ് ഫ്രം ദം. വി ക്യാൻ ലേൺ ഒരുപാട് കാര്യങ്ങൾ. അവരാണല്ലോ ഈ പ്ലഗിൻസിൻ്റെ പരിപാടിയൊക്കെ പറയുമ്പോഴത്തേക്ക് അവരാണ് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്, നമ്മളാണ് ഉപയോഗിക്കുന്നത്. സോ അപ്പോൾ ഡെഫിനറ്റ്ലി വി ആർ നോട്ട് ഫൈൻഡിങ് എനിത്തിങ്, ദേ ആർ ഫൈൻഡിങ്. സോ ദേ ആർ മച്ച് സുപ്പീരിയർ ദാൻ അസ് എന്ന് പറഞ്ഞേ പറ്റുള്ളൂ. സോ അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമകൾ കാണുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ലൈക്ക് അങ്ങനൊരു എന്താ പറയുക, ഇന്ന ആൾ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. എനിക്ക് അങ്ങനെ ഒരു പേരുകളില്ല, പക്ഷേ സിനിമകളുണ്ട്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവതാറാണെങ്കിൽ പോലും അവതാരം എടുക്കാം. സംതിങ് ലൈക്ക് ജുറാസിക് പാർക്ക് എടുക്കൂ. ജുറാസിക് പാർക്കിൻ്റെ അകത്ത് എങ്ങനെ അവരിത് ഉണ്ടാക്കി, ഇവരെങ്ങനെ ഈ ഒരു സൗണ്ട്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പം ഇത്രയും മൃഗങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഓരോ മൃഗത്തിനും ഇൻഡിവിജ്വലായിട്ട് ഓരോ സൗണ്ടുണ്ട്. നമ്മൾ സിംഹത്തിൻ്റെയൊക്കെ ഒരു സൗണ്ട് പോയി നമുക്ക് റെക്കോർഡ് ചെയ്ത് സിംഹം എന്ന് പറഞ്ഞിടാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? സൗണ്ട് എവിടെ ഉണ്ടാക്കണ്ടേ? അത് എത്ര പേര് ഈ സിനിമ ഇപ്പോൾ സാധാരണ പ്രേക്ഷകൻ അത് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഗ്രാഫിക്സിൽ വരച്ചുണ്ടാക്കി, പക്ഷേ ഇവർ കരയുന്ന ശബ്ദം എങ്ങനെ ഉണ്ടാക്കും? ഈ കരയുന്ന സൗണ്ട് ഇങ്ങനെയാണെന്ന് എങ്ങനെ അറിയും? അപ്പോൾ അതൊരു വലിയ റിസർച്ച് ടീം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും കരയുക, ഇവരുടെ ഓരോ അനിമലിൻ്റെയും ഓരോ കരച്ചിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടുപിടിച്ച് അവരെ ചെയ്ത് ആ സിനിമയ്ക്ക് അത് കൊണ്ടുവന്നില്ലേ, നമ്മളെ വിശ്വസിപ്പിച്ചില്ലേ? അതല്ലേ ഭയങ്കര ടാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ഒരു ദിവസം നമ്മുടെ സിനിമകൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, ചെയ്യാനായിട്ടുള്ള സ്പേസ് നമുക്കുണ്ടായിട്ടില്ല. വി ആർ സ്റ്റിൽ ട്രൈങ്. നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ പഠിച്ച് നമുക്ക് അങ്ങനത്തെ സിനിമകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. സിനിമകൾ ഉണ്ടാകുമ്പോൾ നമ്മളും ചെയ്യും. വർക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ചോദിച്ചില്ലേ, ഇപ്പം സൗണ്ട് ഡിസൈനിങ്, ഇപ്പോൾ സൗണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും,
ഫസ്റ്റ് ഡയറക്ടർ ഈ സൗണ്ട് സ്ക്രിപ്റ്റും ഡയറക്ടറുമായിട്ട് നമ്മളിരുന്ന് എല്ലാം ലോക്ക് ചെയ്ത് ഇങ്ങനെ വേണം സിനിമ എന്നൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ദേ ഗോ ഫോർ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കോപ്പി വരും. ഫസ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങിന് വേണ്ടി വരും, ടേബിളിൽ വരും, റഷസ് വന്നെല്ലാം അലൈൻ ചെയ്തിട്ട് ഒരു ഫസ്റ്റ് എഡിറ്റ് നടത്തും. ഈ ഫസ്റ്റ് എഡിറ്റ് നടത്തി കഴിയുമ്പോഴത്തേക്ക് നോർമലി മിക്ക പടങ്ങളിലും ഉണ്ടാവാറുണ്ട്. എഡിറ്റായി കഴിയുമ്പം സൗണ്ട് ഡിസൈനറായിട്ട് അല്ലെങ്കിൽ സൗണ്ട് മിക്സിങ് നമ്മൾ പോയിരുന്ന് പടം കാണും. പടം കണ്ടിട്ട് നമ്മൾ നമ്മുടേതായ ഫീഡ്ബാക്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയും. ഇന്ന പോർഷൻസ് വർക്കായിട്ടുണ്ട്. അന്ന് നമ്മളിന്ന് കാണുന്നത് ഒരു സിനിമ ടെക്നീഷ്യനായിട്ടും സിനിമയാണ് ജഡ്ജ് ചെയ്യുന്നത്. ഇത്രയും നാൾ നമ്മുടെ പറഞ്ഞ സിനിമ കഥ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വിഷ്വലി വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് നമ്മൾ ആ ഒരു മീറ്റിങ്ങിൽ കൊണ്ടുവരും. അതിന് മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നമ്മളെല്ലാവരും കൂടി ഇരുന്നാണ് ആ പടം കാണുന്നത്. ആ പടം കണ്ടു കഴിഞ്ഞിട്ട് അവർക്കും ഡയറക്ടറിന് ഒരു ഐഡിയ കിട്ടും, ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എഡിറ്ററിന് ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇതിനകത്ത് കൊണ്ടുവരേണ്ടത്, എങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഈ സംഭവം ഡബ്ബിങ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു 50% ഡബ്ബിങ്ങാണ്, 50% സിങ്ക് സൗണ്ട് ചെയ്യുന്നുണ്ട്, ലൊക്കേഷനിൽ നിന്ന് തന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബ്ബിങ് ചെയ്യേണ്ട സിനിമകളാണെങ്കിൽ അത് ഈ പിക്ചർ വന്നിട്ട് ഡബ്ബിങ്ങിലേക്ക് പോകും, ഡബ്ബിങ് നടക്കും. ഇതേ പിക്ചർ വന്നിട്ട് നമ്മൾ സൗണ്ട് ഡിസൈനർ ചെയ്യുന്ന നമ്മുടെ കയ്യിലോട്ട് വരും. ഇത് നമ്മൾ സൗണ്ട് എഫക്ട്സ് ചെയ്യും, ഫോളീസ് ചെയ്യും. ഫോളീസ് എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ്, ഈ തുണിയുടെ ശബ്ദം എല്ലാം നമ്മൾ സിനിമയ്ക്കകത്ത് റീക്രിയേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഓരോ ശബ്ദങ്ങളും നമ്മൾ റീക്രിയേറ്റ് ചെയ്യും. ഇടിക്കുന്ന ശബ്ദം, ആംബിയൻസ്, കാടിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ശബ്ദം, കാറുകളുടെ ശബ്ദം, ഈ ശബ്ദങ്ങളെല്ലാം നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ട് ഫുൾ സൗണ്ട് സ്കേപ്പ് സെറ്റാക്കും. ഇങ്ങനെയാണ് സൗണ്ട് എന്നുള്ളത്. എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ എന്ത് ചെയ്യും, ഇത് ഡയറക്ടറും ആയിട്ട് സംസാരിച്ച് എങ്ങനത്തെ മ്യൂസിക്കുകൾ വേണം. ഇപ്പോൾ ഓരോ റീലും മ്യൂസിക്കുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് മ്യൂസിക് ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടോ. ഈ സമയത്ത് ഇതിൻ്റെ ഫൈനൽ കട്ട് നടക്കും. എഡിറ്റർ ഫൈനലായിട്ട് ട്രിം ചെയ്യും. ഇപ്പോൾ നമ്മൾ സൗണ്ട് എഫക്ട്സ് ഇപ്പോൾ ചെയ്തു വെച്ച സൗണ്ട് എഫക്ട്സ് അവർക്ക് പോകും, ഒരു റെഫറൻസ് പോകും. അപ്പോൾ അത് വയ്ക്കുമ്പോൾ അവർ കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും, എവിടെ കട്ട് ചെയ്യണം, ട്രിം ചെയ്യണം എന്നുള്ളത്. അതെല്ലാം ട്രിം ചെയ്യും. മ്യൂസിക് ഡയറക്ടർ ഒരു ഡമ്മി മ്യൂസിക് കൊടുക്കും, അതെല്ലാം ട്രിം ചെയ്യും. ട്രിം ചെയ്ത് ഈ പിക്ചർ നമുക്ക് വീണ്ടും വരും. വീണ്ടും നമ്മൾ ഈ പുതിയ പിക്ചറിനനുസരിച്ച് നമ്മൾ വീണ്ടും എല്ലാം കറക്റ്റ് ചെയ്യും. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫൈനൽ മിക്സ് സ്റ്റേജിലേക്ക് വരും. ഈ സമയത്ത് പാരലി ഈ പിക്ചർ കളറിങ്ങിന് പോകും, ഗ്രേഡിങ് പ്രോസസ്സ് നടക്കും ഒരു സൈഡിൽ കൂടെ. അങ്ങനെ പിക്ചർ കറക്റ്റാക്കാനുള്ള CG വർക്ക്സ്, ഒരുപാട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളുണ്ട്, അതെല്ലാം ഒരു സൈഡിൽ കൂടെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് നടക്കും, ഒരു സൈഡിൽ ഗ്രേഡിങ് നടക്കും, ഒരു സൈഡിൽ മിക്സിങ് നടക്കും. അപ്പം ഇതെല്ലാം ഡയറക്ടർ ഇങ്ങനെ എന്താ പറയുക, ഓരോ സ്റ്റുഡിയോയിൽ ഇങ്ങനെ കറങ്ങി കാറുമായിട്ട് ഒരു ഏരിയയിൽ, പല ഏരിയയിലായിരിക്കും നടക്കുക. അപ്പം ഒരു ദിവസം എൻ്റെ കൂടെ ഇരിക്കും, ഒരു ദിവസം മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ ഇരിക്കും, ഒരു ദിവസം കളറിസ്റ്റിൻ്റെ കൂടെ ഇരിക്കും, ഒരു ദിവസം പിന്നെയും കറങ്ങി ഇവിടെ വരും. അപ്പോൾ നമ്മളെല്ലാം ആസ് എ സ്ട്രോങ് ടെക്നീഷ്യൻ, ഡയറക്ടർ ഇങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും സ്ട്രോങ് ആയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അവരവരുടെ ജോലി ചെയ്ത് പെർഫെക്റ്റായി there will be some deadlines, particular ടൈമിൽ തീർക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും, ഇന്ന ദിവസം ഔട്ട് പോകണമെന്നുണ്ടാവും. അപ്പം എവ്രി വൺ വിൽ ബി ലൈക്ക് വർക്കിംഗ് ഓൺ ദാറ്റ് റൗണ്ട് ദ ക്ലോക്ക് കോൺസെപ്റ്റ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വന്ന് ഞാൻ ഒരു വേർഷൻ ഉണ്ടാക്കും. അതായത് ആസ് എ മിക്സിംഗ് എഞ്ചിനീയർ എൻ്റെ വർക്കാണ് ഏറ്റവും അവസാനം തീരുന്നത്. എല്ലാ സിനിമയിലും എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇറ്റ് റെഡി ടു റിലീസ്. അതാണ്. അതേസമയം കളറിസ്റ്റും ഞാനും, കളറിസ്റ്റിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റെഡി ഫോർ പിക്ചർ ഈസ് റെഡി ഫോർ റിലീസ്. എൻ്റെ വർക്ക് കഴിഞ്ഞാൽ സൗണ്ട് ഈസ് റെഡി ഫോർ റിലീസ്. സോ ഇത് രണ്ടും കൂടെ ഒരു മാരീഡ് കോപ്പി ഉണ്ടാവും. ഇത് രണ്ടും കൂടെ മാരീഡ് കോപ്പി എന്ന് പറയുന്നത്, മാരീഡ് കോപ്പി ഉണ്ടാവും. അത് നേരെ DCP ആയിട്ട് ഈ ഹാർഡ് ഡിസ്കുകൾ നേരെ മറ്റേ ഈ പറയുന്ന പോലെ മറ്റേ എന്താ പറയുക, ക്യൂബ്, UFO, സ്ക്രാബിൾ, ഇങ്ങനെ പറയുന്ന പല ഫോർമാറ്റ്സ് ഉണ്ട്. ഈ ഫോർമാറ്റ്സിലേക്ക് ഈ സാധനം DCP, അവിടെ ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്ന് പറയുന്നത്, ഈ സാധനം കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫ്ലോ എന്ന് പറയുന്നത്. പുതിയ ജനറേഷന് വേണ്ടത് 100% പാഷൻ. എനിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വരുന്ന ആൾക്ക് ഉദ്ദേശം, ഇപ്പോൾ എപ്പോഴും പലരും ഞാൻ കണ്ടിട്ടുണ്ട്, മ്യൂസിഷ്യൻസ് എനിക്ക് പാട്ട് പാടാൻ അവസരം കിട്ടും ഈ ഫീൽഡിൽ വന്ന, ഇത് കുറച്ചുകൂടി എളുപ്പമാണ് ഈ ഫീൽഡിൽ വരാൻ, പാട്ടിൻ്റെ ഫീൽഡിൽ പോകാനുള്ള പാട്, അതുകൊണ്ട് നമ്മൾ സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് പോയിട്ട് പാട്ട് പാടാം. അങ്ങനെ വരരുതാരും. സൗണ്ട് എഞ്ചിനീയറിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ കം ഫോർ ദിസ്. അല്ലാതെ പാട്ട് പാടാനുള്ള ആഗ്രഹമായിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് വരരുത്. അല്ലെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് വേണം, അപ്പോൾ ശരി ഞാൻ ഇതുവഴി കയറി സിനിമ അഭിനയിക്കാം. നോ, ഡോണ്ട് ഡു ദാറ്റ്. അതൊക്കെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ അതിന് ദോഷം ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് അതൊരു സിനിമ നടനാവണമെങ്കിൽ സിനിമ നടനാവാനായിട്ട് പോകും, അല്ലെങ്കിൽ എഡിറ്റർ ആവണമെങ്കിൽ എഡിറ്റർ ആവാൻ വേണ്ടി പോകണം. സോ ഏത് ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം.
അല്ലാതെ ഏതെങ്കിലും ഒരു ജോലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ജോലിയിലോട്ട് സിനിമയിലോട്ട് വരരുത്. എൻ്റെ അടുത്ത് കുറച്ച് തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യം, ചില ആൾക്കാർ വന്നിട്ട് എൻ്റെ മോനാണെങ്കിൽ പഠിത്തവും ഇല്ല, ഒരു ഒരു ഒന്നുമില്ല, മടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോക മടിയൻ, എങ്ങനെയെങ്കിലും ഇവനൊന്ന് സിനിമ കയറ്റി വിടാവോ? അപ്പം ഞാൻ ഷോക്ക്ഡായിട്ട്, ഈശ്വര, മടിയന്മാർക്കുള്ള സ്ഥലമല്ല സിനിമ. സിനിമ എന്ന് പറയുന്നത് 24 hours നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന മനസ്സുണ്ടെങ്കിൽ മാത്രം വരേണ്ട ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. അല്ലാതെ മടിയന്മാർക്കോ അല്ലെങ്കിൽ ഒരു പണിയും കിട്ടിയില്ല അതുകൊണ്ട് ശരി സിനിമയിൽ വരാം, അത് റോങ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവാണ്. പിന്നെ കാശ്, ഇപ്പോഴത്തെ തലമുറ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശാണ് അവരുടെ നമ്പർ 1. പൈസ ഉണ്ടാക്കാനായിട്ടാണ് സിനിമ. നോ, പൈസ നിങ്ങളെ ഫോളോ ചെയ്തോളൂ. നിങ്ങളാദ്യം നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യൂ. പാഷൻ ഫോളോ ചെയ്ത് സിനിമയ്ക്കകത്ത് വന്ന് നിങ്ങളൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ടോപ്പ് 10 ഇപ്പം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫീൽഡ് ഇപ്പോൾ എഡിറ്റിംഗ് ആണ് അല്ലെങ്കിൽ സൗണ്ടാണ്, നിങ്ങൾ ടോപ്പ് 10 വരണം. ടോപ്പ് 10 വന്നു എന്ന് വെച്ചോളൂ. വൺസ് യു എൻ്റർ ദാറ്റ് പ്ലേസ്, ഒരു സിനിമ ഡിസ്കഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആ ഡിസ്കഷനിൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന ദിവസം പൈസ നിങ്ങളെ തേടി വന്നു പോകും. നിങ്ങൾ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വരും. പക്ഷേ അതിന് മുമ്പേ, നിങ്ങൾ വരുന്നതിന് മുമ്പേ അല്ല എനിക്ക് എത്ര രൂപ കിട്ടും, ഇതിന് വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ ഡോണ്ട് കം. അതല്ല, പാഷനാണ്, നിങ്ങളുടെ കരിയറിൽ ഏറ്റവും മുകളിൽ പോകണം എന്നുള്ള ഉദ്ദേശമാണ് വരുന്നതെങ്കിൽ വെൽക്കം, വരൂ. സിനിമ ഈസ് സേഫ് ഫോർ യു.